ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. വെറും 3 ഇൻഗ്രീഡിയൻറ്റ് മതി നമുക്കിത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഉണ്ടാക്കാൻ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യം ബിസ്ക്കറ്റാണ് കേട്ടോ. ആരോ റൂട്ട് ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വളരെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലോണം പൗഡർ പോലെ ആവണമെന്നില്ല, ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ആ ഒരു ബട്ടറും കൂടി ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി റെഡിയാക്കാം. ഇനി നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് നമ്മൾ ഈ ഒരു പൗഡർ ഇട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സ്പൂണോട് നല്ല രീതിയിലൊന്ന് ലെവൽ ചെയ്തെടുത്ത് നല്ല ടൈറ്റാക്കി വെക്കുക. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ ബട്ടർ വേണമെങ്കിൽ ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. 1 കവർ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സോസ് പാനിലേക്ക് ഇട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മധുരവും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ മധുരത്തിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കിത് പോരാ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ, എങ്കിലേ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ. അവർ സ്കൂപ്പ് ചെയ്തിട്ട് തന്നെ എടുക്കാൻ പറ്റുമോ. അപ്പോൾ അത് പാല് തിളക്കുന്ന ഈ ഒരു സമയം കൊണ്ട് നമുക്കിതൊരു കസ്റ്റർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് 4 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് എടുത്തത്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി റെഡിയാക്കി എടുക്കാം. വനില ഫ്ലേവറുള്ള കസ്റ്റർഡ് പൗഡറാണ് കേട്ടോ ഇതിനായിട്ട് നല്ലത്. അപ്പോൾ അത് കട്ടിയൊന്നുമില്ലാതെ നന്നായി മിക്സാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പാലിലോട്ട് കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. 1/4 കപ്പോളം കണ്ടൻസ് മിൽക്കും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ പാല് തിളക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കസ്റ്റർഡ് പൗഡർ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പഞ്ചസാര മാത്രമായിട്ടും. പക്ഷേ ടേസ്റ്റ് വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് തന്നെ വേണം കേട്ടോ. പിന്നെ നമ്മളിതാ മിക്സാക്കി വെച്ച കസ്റ്റർഡ് പൗഡറും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി നല്ല കുറുക്കിയെടുക്കണം. കസ്റ്റർഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്താൽ പിന്നെ നന്നായി ഇളക്കിയെടുത്ത് നല്ല ക്ഷമയോട് കൂടിയിട്ട് അവിടെ തന്നെ ഒന്ന് മിക്സാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നല്ല കട്ടിയിൽ കുറുകിയിട്ട് നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല കുറുകി കിട്ടിയാൽ മാത്രമേ നമ്മൾക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു രീതിയിൽ തന്നെ നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ഈ ഒരു രീതി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കി ചൂടോട് കൂടി തന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ആ ഒരു ബിസ്ക്കറ്റിൻ്റെ മുകളിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല കേട്ടോ, പകുതി മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത്. അപ്പോൾ ഇതുപോലെ ഫുള്ള് ഒഴിച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തിലോട്ട് 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജെല്ലി മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് ജെല്ലി എടുത്തിട്ടുണ്ട്. അതിലുള്ള പാക്കറ്റൊക്കെ നമുക്ക് പൊട്ടിച്ച് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സാക്കിയ ശേഷം നമ്മൾ തിളപ്പിച്ചെടുത്ത ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ പാക്കറ്റിൽ കാണിക്കുന്ന അതിൽ കുറച്ചൊന്ന് കുറവാക്കിയിട്ട് നമ്മൾക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ച് മിക്സാക്കി എടുക്കണം കേട്ടോ. നല്ലോണം ലൂസായി കഴിഞ്ഞാൽ നമ്മളിത് സെറ്റാകുന്ന സമയത്ത് പെട്ടെന്ന് ഇത് അലിഞ്ഞു പോകും ജെല്ലി. അപ്പോൾ അതുപോലെ ആക്കിയാൽ പിന്നെ നമ്മൾ ഇനി പുഡിങ്ങിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ചൂടോട് കൂടി തന്നെ ഒഴിക്കണം. അപ്പോൾ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കസ്റ്റർഡ് ഫസ്റ്റ് സെറ്റായോ എന്നുള്ളത് നോക്കാം. നല്ല സെറ്റായതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ജെല്ലി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഒഴിക്കുന്ന സമയത്ത് ഓരോ സ്പൂണായിട്ട് ഒഴിക്കണം. അപ്പോൾ അത് ഫുള്ള് ലെവലായ സമയത്ത് ബാക്കിയുള്ള പുഡിങ് ജെല്ലി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ ഒരു ബാക്കിയുള്ള കസ്റ്റർഡ് മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതും ഒന്ന് ലെവലാക്കി എടുക്കണം. പിന്നെ അപ്പോൾ ഇത് ബാക്കിയുള്ള കസ്റ്റർഡും ഒക്കെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് സ്പൂണോട് ഒന്ന് എല്ലാ ഭാഗത്തേക്കാക്കി ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ പോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ബാക്കി വെച്ച ആ ഒരു ജെല്ലി ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ചെരിച്ച് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു ഗ്യാപ്പ് വെച്ചിട്ട് അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഗ്യാപ്പിലോട്ട് ഞാനിതാ ബിസ്ക്കറ്റ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പൊടിച്ച് വെച്ച ആ ഒരു ബിസ്ക്കറ്റ് പൗഡർ തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം.
പിന്നെ ചോക്ലേറ്റിൻ്റെ ചിപ്സും ആണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ടേസ്റ്റും നല്ലതുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തതിന് ശേഷം സ്പൂണോട് ജസ്റ്റ് ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്ന പോലെ ആക്കുക. അങ്ങനെ ആകുമ്പോൾ കാണാനും ഒന്നും കൂടെ ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ചൈന ഗ്രാസോ ജെലാറ്റിനോ യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല പുഡിങ്ങാണ്, നല്ല ഈസിയാണ്. അപ്പോൾ കുറച്ചൊരു ക്ഷമയോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പുഡിംഗ് റെസിപ്പി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പുഡിംഗ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.